എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് മെയ് 16 സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്നൊരു സ്ട്രാറ്റജി വെച്ചിട്ട് വോളിയം ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും ഫോറക്സിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷൻസ് ആണ്, സെൻസെക്സ് അതേപോലെ തന്നെ നിഫ്റ്റിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഫോറക്സിലാണെങ്കിൽ ഗോൾഡാണ് കൂടുതലായിട്ട് നോക്കുന്നത്. കറൻസി നോക്കാറുണ്ട്, പക്ഷേ ഗോൾഡാണ് 90% നമ്മൾ നോക്കുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ നമുക്ക് വോളിയം പ്രൊഫൈലിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. വോളിയം പ്രൊഫൈലിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ, ലെവൽസ് കാര്യങ്ങളൊക്കെ എല്ലാ ദിവസങ്ങളിലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അത് ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതിനകത്ത് അഡ്മിനുള്ളിയാണ് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. വോളിയം പ്രൊഫൈലിൽ ഇടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അതിനകത്ത് ഇടത്തില്ല. ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് ഇടാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനത് ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെ ഇട്ട എല്ലാ ട്രേഡിന്റെയും ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് 90% മേലെ നമുക്ക് ആക്യുറസിയുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അത് എന്റെ പഴയ ചാനലിലെ വീഡിയോ, കാരണം ഈ ചാനലിൽ വീഡിയോ കുറവാണ്. പഴയ ചാനൽ ഓൾറെഡി പോയതാണ്. അതിനകത്ത് 140 വീഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ. ആ വീഡിയോ കണ്ടിട്ടുള്ള എന്തായാലും ഇത് കാണുന്ന ഓൾമോസ്റ്റ് ആളുകളും അത് കണ്ടിട്ടായിരിക്കും ഈ ഗ്രൂപ്പിൽ അല്ല ഈ ചാനൽ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആക്യുറസി ഉണ്ട് നമ്മുടെ സ്ട്രാറ്റജിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഞാൻ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ദിവസം എന്ന് പറയുന്നത് എന്തായിരുന്നു? കഴിഞ്ഞ എക്സ്പയറി ആയിരുന്നു. നിഫ്റ്റി സെൻസെക്സിന്റെ എക്സ്പയറി. ഓക്കെ. അന്നത്തെ ദിവസമായിരുന്നു. ഓക്കെ. മെയ് 14 ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ദിവസം എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ ലെവൽസ് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ അന്ന് ഷെയർ ചെയ്ത് തരാം. അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിനകത്ത് രാവിലെ 9:14 ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇമ്പോർട്ടന്റ് ലെവൽസ്, നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടന്റ് ലെവൽസ് അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽസ് ആണ്. അതിന്റെ ലോജിക്ക് കാര്യങ്ങളൊക്കെ ഞാനത് വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. കാരണം എന്ന് വെച്ചാൽ അത്രയും കോൺഫിഡൻസ് നമുക്ക് ആ ലെവൽസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലെവൽ ഹെവി സപ്പോർട്ടാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. അത് പൊട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കുറവാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ ലെവൽ ടാപ്പ് ചെയ്തത് ആ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. മാർക്കറ്റ് ഏകദേശം വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് 10:50 നമ്മൾ ലെവൽസിൽ വന്നിട്ടുണ്ടായിരുന്നത്. 10:50. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ആ ലെവലിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ സ്പെൻഡ് ചെയ്ത മാർക്കറ്റ് ഓൾമോസ്റ്റ് നമ്മളെ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ. കാരണം ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് ഏറ്റവും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ദിവസമാണ്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റത്തെ ഒരു 2-3 മന്ത്സിന്റെ ഇടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്ന ദിവസം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് അത് മാത്രം പറയുന്നത്. ഓക്കെ. 19 പോയിന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? SL വരുന്നത്. 19-20 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്? SL വരുന്നുണ്ട്. അത് ഫ്യൂച്ചറിലാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓപ്ഷൻസിനകത്തൊരു 10 പോയിന്റ് ആ റേഞ്ചിലൊക്കെ 10-12 പോയിന്റ് സെൻസെക്സിലാണ് ചിലപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് സെൻസെക്സിന് ചിലപ്പോൾ ഒരു 20 പോയിന്റ് പിടിച്ചു. ഓക്കെ. സെൻസെക്സിൽ 20 പോയിന്റ് SL എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം അത്രയും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇൻഡെക്സ് ആണ് സെൻസെക്സ്. കാരണം അത്രയും ഹ്യൂജ് ആയിട്ടുള്ള മൂവ് ആയിരിക്കും നടക്കുന്നത്. ഓക്കെ. ഇവൻ 20 പോയിന്റ് ആണെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഡേ ഹൈ വന്നിട്ടുള്ളത് 348 പോയിന്റ് ആണ്. 20 പോയിന്റ് റിസ്ക് എടുത്തിട്ട് ഓൾമോസ്റ്റ് 348 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ രാവിലെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ഇത് ഹെവി സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോണിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. കാരണം ഓപ്പണിംഗിൽ നമ്മൾ റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെ, ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ പുട്ടെടുത്ത് പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്തത് കോളിലായിരുന്നു. കാരണം എന്ന് പറയുമ്പോൾ ഈ സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യില്ല എന്ന് 100% ഷുവർ ആയിരുന്നു എനിക്ക്. ഓക്കെ. അതിനുശേഷം ജസ്റ്റ് ഞാൻ ആ പ്രീമിയം പറഞ്ഞുതരാം. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പ്രീമിയം എന്ന് പറയുന്നത് 74,800. ഓക്കെ. ഇപ്പം പ്രീമിയം എന്തായാലും ഉണ്ടാവത്തില്ല. കാരണം എക്സ്പയർ ആയതുകൊണ്ട് തന്നെ അത് പോയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഈ ഒരു സോണിലാണ് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് ഉണ്ടായിരുന്നത് 74,534 ഉണ്ടായിരുന്നത്. നമ്മളെടുത്ത സ്ട്രൈക്ക് എന്ന് പറയുന്നത് 74,800 ആയിരുന്നു. ഞാൻ സജസ്റ്റ്
ജസ്റ്റ് ചെയ്ത സ്ട്രൈക്ക് എന്ന് പറഞ്ഞത്, ആ സ്ട്രൈക്ക് ഞാൻ കുറച്ച് മേലത്തെ പ്രൈസിൽ ഞാൻ ഓൾറെഡി പ്രീമിയം ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എടുത്തത് OTM ആണ്. ഏകദേശം 80 രൂപയുള്ള 82 രൂപയുള്ള സ്ട്രൈക്ക് ആയിരുന്നു അത്. ഓക്കെ, കാരണം നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു 500 റേഞ്ചിലായിരുന്നു. അപ്പോൾ 800 അതിന്റെ മേലെയുള്ള റൗണ്ട് ഫിഗർ ആണ് 800 എന്ന് പറയുന്നത്. കാരണം നമ്മൾ 800, 500, 200 ഈ റേഞ്ചിലുള്ള സ്ട്രൈക്കാണ് കൂടുതലായിട്ട് സെലക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന്റെ മേലെയുള്ള OTM എന്ന് പറയുന്നത് 800 ആയിരുന്നു. ഏകദേശം 82 രൂപയിലാണ് ആ സ്ട്രൈക്ക് എടുത്തത്. അതിന്റെ ഹൈ പോയിട്ടുണ്ടായിരുന്നത് 889 ആണ്. ഓക്കെ, ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി. 80 രൂപയുള്ള സ്ട്രൈക്ക് 800 പോയിന്റാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് വേറെ ഏതെങ്കിലും സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതെന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് മാസത്തിൽ 2 ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പറ്റും. കാരണം ആ പ്രോപ്പർ, കാരണം വെച്ചാൽ ഈ ലെവൽസ് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് 12-ാം തീയതി അല്ലെ. 12-ാം തീയതി എക്സ്പയറി ആണ്. അപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് വെറുതെ ലെവൽസ് വരച്ചതല്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ആ റെസിസ്റ്റൻസ് മാർക്കറ്റിൽ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, മാർക്കറ്റ് ഒരിക്കലും സാധാരണ റീറ്റെയിൽസ് എന്ന് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ഈ ഒരു സെറ്റപ്പ് അത് റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ് സാധാരണ എല്ലാ എന്താ പറയുക ആളുകളും, ട്രേഡ് ചെയ്യുന്ന ആളുകളും ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ ചിന്തിച്ചത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ്. ഞാൻ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ഈ ദിവസം മാർക്കറ്റ് എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് മാർക്കറ്റ് എന്താണ്, സപ്പോർട്ട് സോണിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ആളുകൾ ഈ ബ്രേക്ക് ഔട്ടിലും ആളുകൾ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താവും, മാർക്കറ്റ് കുറച്ച് താഴെ വരുമ്പോഴത്തേനും എന്താവും, അവരോട് എക്സിറ്റ് ആയി പോകും. കാരണം അവർ ഇവിടുത്തെ ട്രേഡ് ചെയ്തിട്ട് ഒരിക്കലും ഇവിടെ കൊണ്ട് SL വെക്കത്തില്ല അല്ലെ. അത്രയും വലിയ SL എന്ന് പറയുന്നത് ഹ്യൂജ് SL ആണ്. ആ SL അത്രയും വലിയ SL ആരും എന്ത് ചെയ്യില്ല, എടുക്കത്തില്ല. അപ്പൊ ഞാനത് എന്താണ് എക്സ്പെക്ട് ചെയ്തത്, ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബയ്യേഴ്സ് ആക്റ്റീവ് ആവുന്നത് എവിടെയാണ്. കാരണം കഴിഞ്ഞ എക്സ്പയറിയിൽ ബയ്യേഴ്സ് സ്റ്റാർട്ടിങ് അവർ മാർക്കറ്റിൽ കയറാൻ തുടങ്ങിയ ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആ ബയ്യേഴ്സിന്റെ ഓർഡർ ഫില്ല് ചെയ്ത് മാർക്കറ്റ് വന്ന് അവിടുന്ന് ഒരു മാർക്കറ്റ് ഷൂട്ട് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ കയറി എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ കയറി എടുത്തുകൊണ്ട് എന്താണ്, മാർക്കറ്റ് താഴെ വരുമ്പോൾ അവിടെ നിന്ന് എന്തായാലും ലോസിൽ എക്സിറ്റ് ആയിപ്പോൾ വീണ്ടും 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 ബൈ ചെയ്യും, അവർ ലോസിൽ വരും. പക്ഷെ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്തു, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ലെവൽ പ്ലാൻ ചെയ്ത് വെച്ചു. ആ ലെവൽസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രേഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു 15-20 പോയിന്റ് SL എടുത്തിട്ട് ഏകദേശം 800 പോയിന്റ്. ഇനിയിപ്പം ഞാൻ 800 പോയിന്റ് പിടിച്ചു എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട. 800 പോയിന്റ് ടോട്ടൽ വന്ന ഏരിയാസ് ആണ്. പിന്നെ ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഓക്കെ, നിഫ്റ്റിയുടെ എക്സ്പയറി ലെവൽസിലുള്ള സോണാണ് അത് എന്ന് പറയുന്നത്. കാരണം നിഫ്റ്റി ഇപ്പോൾ ഓപ്പറേറ്റേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ 5 മിനിറ്റോ 10 മിനിറ്റിലോ ചാർട്ട് നോക്കിക്കൊണ്ടല്ല ട്രേഡ് ചെയ്യുക. അവർക്കൊരു പൊസിഷൻസ് ഉണ്ടാവും. അതെ, അവരെന്ന് പറയുമ്പോൾ പുതിയ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു പ്ലാൻ ഉണ്ടാവും, നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റ് എവിടെയൊക്കെ കൊണ്ടാണ്. അപ്പോൾ അവരെവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത്, അതാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ സോൺ മാർക്ക് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് വോളിയം മാർക്ക് ചെയ്ത് മാർക്കറ്റിൽ വോളിയം വന്നു ഓക്കെ ബൈ ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ വോളിയം വന്ന് സെല് ചെയ്യാന്നല്ല. എവിടെയാണ് അവർ എൻട്രി എടുത്തത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ എക്സ്പയറിയും അതേപോലെ തന്നെ എക്സ്പയറി ഡേയിലുള്ള സോണും മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ ടാർഗറ്റിന് വേണ്ടി ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതല്ലാതെ ജസ്റ്റ് 5 മിനിറ്റിൽ ചാർട്ട് നോക്കിയിട്ട് അവിടെ സെല് ചെയ്യുക ഇവിടെ ബൈ ചെയ്യുക അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് ലാസ്റ്റ് എക്സ്പയറി മുതൽ അടുത്ത എക്സ്പയറി വരെ എന്താണ് അവരുടെ പ്ലാൻ, എവിടെ വരെ മാർക്കറ്റ്, ഇൻ കേസ് മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പോൾ എവിടുന്ന് റിവേഴ്സ് ആകും, അല്ലെങ്കിൽ മാർക്കറ്റ് ബൈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടുന്ന് മാർക്കറ്റിൽ ബൈ സ്റ്റാർട്ട് ചെയ്യും. ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് കൺഫേം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും ചെറിയ SL കൊടുത്തിട്ട് ഏറ്റവും വലിയ ടാർഗറ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്നത്, എക്സ്പയറി ഡേയിന്റെ ട്രേഡിംഗിൽ നടന്നത്. ഓക്കെ, അതിനുശേഷം ഇന്നലത്തത് ജസ്റ്റ് ഒന്ന് ഇന്നലത്തെ ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്ക് മൺഡേ മുതൽ എല്ലാ ദിവസങ്ങളിലും നമുക്ക് നമ്മുടെ ലെവൽ 100% വർക്കിംഗ് ആണ്. പക്ഷേ ഈ വീഡിയോയിൽ പറയാമെന്ന് ചിലപ്പോൾ വീഡിയോ തന്നെ 2 മണിക്കൂറായി മാറും. ഓക്കെ, അതുകൊണ്ടാണ് ജസ്റ്റ് ലാസ്റ്റത്തെ 2 ദിവസത്തെ ഞാൻ പറയുന്നത്. ഓക്കെ, ഇന്നലത്തെ ദിവസത്തിൽ ഓക്കെ സ്വാഭാവികമായിട്ട് എന്താണ്, ജസ്റ്റ് ഇത് ഞാൻ 1 മിനിറ്റ് ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. 23,500 കോൾ ഓപ്ഷനാണ്. ഓക്കെ, കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മളെ യെസ്റ്റർഡേ ഉണ്ടാക്കിയ ഹൈ, ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു ബൈ വന്നിരിക്കുന്നുണ്ട് മാർക്കറ്റിൽ. ആ ബയേഴ്സിന്റെ പുഷ് ചെയ്യാനുള്ള ഏരിയാസ് ആണ് ഈ 2 ഏരിയാസ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ എന്ത് ചെയ്തു, അവിടെ ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തു, നമ്മളെ ലെവൽസിൽ ടാപ്പ് ചെയ്തു. ഏകദേശം 289 281 നമ്മളെ സെക്കൻഡ് ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, പുഷ് ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, 9:16 ക്യാൻഡിലാണ് പുഷ് ചെയ്ത് എന്ത് ചെയ്തു,
ഏകദേശം നമുക്ക് SL വന്നിട്ടുണ്ടാവുക 10 പോയിന്റ്. ഇത് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിലിട്ട ലെവൽസുകളാണ്. അതിനുശേഷം എന്ത് ചെയ്തു, 120 പോയിന്റാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഏകദേശം 10 പോയിന്റ് റിസ്കിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, 120 പോയിന്റ് മൂവ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്തു, നമുക്കൊരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ടായ മാർക്കറ്റിൽ ഈ ഒരു ഹൈ. ഓക്കെ, ഈ ഒരു ഹൈ മാർക്കറ്റ് എന്താണ് ഓൾറെഡി ബെൻഡ് ചെയ്തു. പക്ഷെ ബെൻഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ആ ലെവൽ റീടെസ്റ്റ് എടുത്തു, മാർക്കറ്റ് പുഷ് ചെയ്ത് പോയി. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഈസി ആയിട്ട് 1:8 കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ഈ ലെവൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ബെൻഡാണ് അല്ലെ. ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിലിട്ട വോയിസ് ആണ്, ഗ്രൂപ്പിലിട്ട ചാർട്ടാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ബെൻഡാണ്. ബെൻഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വന്നിരിക്കുന്ന ബയേഴ്സിനെക്കാട്ടിയും കൂടുതൽ മാർക്കറ്റിൽ സെല്ലേഴ്സ് കയറിയിട്ടുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ബൈ പോയിരിക്കുന്ന മാർക്കറ്റാണ്. ആ ബൈ പോയിരിക്കുന്ന മാർക്കറ്റിൽ സെല്ലേഴ്സ് കയറിയിട്ടുണ്ട്. സെല്ലേഴ്സ് എന്താണ് മാർക്കറ്റിനെ ബെൻഡ് ചെയ്തിട്ടുണ്ട്. ബെൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെ വോളിയം പ്രൊഫൈലിലെ ലാംഗ്വേജ് വെച്ച് ബെൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിവേഴ്സ് ആയി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ബെൻഡായി. അവിടെ നിന്ന് ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, നമ്മളെ ഗ്യാപ്പ് വരെ മാർക്കറ്റ് താഴോട്ടും വന്നു. ഏകദേശം എത്ര പോയിന്റ് ഉണ്ട്. ഓക്കെ, ക്യാൻഡിൽ ക്ലോസ് 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആണ്. ഇവന്തോ അത് കൂട്ടിയാൽ ഏകദേശം എത്രയാണ്, 64 പോയിന്റ് മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ട്. നമ്മൾ SL എത്ര വരുന്നത്, 7 പോയിന്റ് SL ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ലെവൽസിൽ മാർക്കറ്റ് വന്ന് നമ്മൾ ട്രേഡ് ചെയ്ത് നോക്കുക, റിസ്ക് റിവാർഡ് നോക്കിയാൽ 1:4 ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് സിംഗിൾ നോക്കിക്കഴിഞ്ഞാലും ഈസി ആയിട്ട് എന്ത് ചെയ്ത് ഒരു 6.4. ഓക്കെ, 6.4 നമ്മൾ റിസ്ക് എടുത്തിട്ടുള്ളത്. 7 പോയിന്റ് റിസ്ക് എടുത്തിട്ട് ഏകദേശം 30 പോയിന്റ് നമുക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഈ ലെവലിന്റെ താഴെ ക്ലോസ് ചെയ്തു. സ്വാഭാവികമായിട്ടും പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഈ ലെവൽസിൽ സെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു ട്രേഡ് എടുത്തു. ഈ ട്രേഡൊക്കെ ഞാൻ ഗ്രൂപ്പിൽ വോയിസ് അടക്കം കൊടുത്ത ട്രേഡുകളാണ് പറയുന്നത്. ഓക്കെ, ഈ ട്രേഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ട്രേഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ, നെക്സ്റ്റ് ലെവലിന്റെ മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, കാരണം ഇവിടെ ഒരു സെല്ലിംഗ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു റേഞ്ചിൽ നമ്മൾ 1:3 റേഞ്ചിൽ എന്ത് ചെയ്തത്, നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. ഈ ലെവൽ മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ബെൻഡ് എവിടെയാണ് മാർക്കറ്റ് ബെൻഡായെന്ന് പറഞ്ഞാൽ ആ ലെവൽസിൽ എന്ത് ചെയ്തു, എവിടെയാണ് മാർക്കറ്റിൽ ബെൻഡായെന്ന് പറഞ്ഞത് ആ റേഞ്ചിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് വീണ്ടും വന്നു. കറക്റ്റ് ആ റേഞ്ചിൽ നിന്നാണ് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, 353.95. ഓക്കെ, അപ്പോൾ റൗണ്ട് ഫിഗർ വരുമ്പോൾ നമുക്ക് 354 നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്താൽ പോലും. ഓക്കെ, ക്യാൻഡലിന്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഹൈ എത്രയാണ്, 353.6 വരുന്നത്. ഓക്കെ, 353 ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഒരു 5 പോയിന്റ് SL വെച്ച് കഴിഞ്ഞാൽ പോലും ഏകദേശം സേഫ് ആയിട്ട് 5 പോയിന്റ് SL വെച്ച് കഴിഞ്ഞാൽ പുട്ടെടുക്കുന്നവർക്ക് പുട്ടെടുക്കാം, കോൾ സെല് ചെയ്യുന്നവർക്ക് കോൾ സെല് ചെയ്യാം. ഓക്കെ, അവിടെ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു 5 പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ പോലും മാർക്കറ്റിൽ മാക്സിമം വന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 147 പോയിന്റ് ആണ്. ഓക്കെ, 5 പോയിന്റ് റിസ്ക് എടുത്തിട്ട് ഏകദേശം 147 പോയിന്റ് ആണ്. ഓക്കെ, കാരണം ഇവിടെ ട്രേഡ് ചെയ്തു ഓൾറെഡി ഞാനിത് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ബെൻഡാണ്, അതുകൊണ്ട് തന്നെ ബൈ എടുത്ത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം മാർക്കറ്റ് അവിടെ നിന്ന് ബെൻഡാണ്. ഓക്കെ, കറക്റ്റ് ആ ലെവലിൽ വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഷൂട്ട് ചെയ്ത് മാർക്കറ്റ് നേരെ താഴെ വരെ വന്നു. അതിനുശേഷം ഈ ലെവൽ ഓൾറെഡി ഇവിടെ ബ്രേക്ക് ചെയ്തതാണ്. സ്വാഭാവികമായിട്ട് എന്തായില്ല, ഇവിടെ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ ടാർഗറ്റ് താഴോട്ട് വെച്ചിട്ടുണ്ടായത്. ഈ ലെവൽസിന്റെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുട്ട് എടുത്ത് ഹോൾഡ് ചെയ്തവർക്ക് ഹോൾഡ് ചെയ്തോളാം, മാർക്കറ്റ് താഴോട്ട് വരുന്നു പറഞ്ഞു. മാർക്കറ്റ് ഈസി ആയിട്ട് താഴോട്ട് വന്നു. കാരണം ഇതെല്ലാം ഞാൻ ലൈവിൽ ഗ്രൂപ്പിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കൊടുക്കാത്ത കാര്യങ്ങളെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. ഓക്കെ, അതിന്റെ ലോജിക്കാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഇപ്പോഴത്തെ ഇന്നത്തെ ദിവസം മിസ്സായാലും നെക്സ്റ്റ് ഡേയിൽ അത് പിടിക്കാനുള്ള കാരണങ്ങളാണ്. കാരണം ഇവിടെ മാർക്കറ്റ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് സെല്ലേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഓൾറെഡി ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടാർഗറ്റിന് വേണ്ടി, അതുകൊണ്ടാണ് മാർക്കറ്റ് അത്രയും വലിയ പോയിന്റിൽ എന്ത് ചെയ്തത്, താഴോട്ട് നമ്മൾ എന്ത് ചെയ്ത് പിടിച്ചത്. അതിനുശേഷം ഈ ലെവൽസ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാവലിൽ തന്നെ ഈ ലെവൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഉണ്ടാക്കിയ ലെവലാണ് ഇത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് കറക്റ്റ് ആ ലെവലിൽ. ഓക്കെ, ഏകദേശം എന്താ പറയുമ്പോൾ എന്താണ്, ഒരു 10 പോയിന്റ് റിസ്കിലാണ് ഏകദേശം എന്ത് ചെയ്തു. ഫസ്റ്റ് ടൈം മാർക്കറ്റ് വന്നു, ടാപ്പ് ചെയ്തു, ഏകദേശം 50 പോയിന്റ് പോയി. സെക്കൻഡ് ടൈം മാർക്കറ്റ് ആ ലെവലിൽ വന്നു, ടാപ്പ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് ഒരു 10-45 പോയിന്റ് ഉണ്ടാക്കി. അപ്പോൾ ഒരു 10 പോയിന്റ് റിസ്കിൽ 50 പോയിന്റ് കിട്ടി. വീണ്ടും 10 പോയിന്റ് റിസ്കിൽ 10-49 പോയിന്റ് കിട്ടി. ഏകദേശം എന്താണ്, ഒരു 20 പോയിന്റ് റിസ്കിൽ ഓൾമോസ്റ്റ് 100 പോയിന്റ് വീണ്ടും അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ്. കാരണം ഈ ലെവൽസ് എല്ലാം ഞാൻ കൊടുത്ത ലെവൽസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്തതിനു ശേഷം ഞാൻ ലെവൽസ് കൊടുക്കാറില്ല. എല്ലാ ലെവൽസും കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ലെവൽസ് ഞാൻ രാവിലെ മാർക്കറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ലെവൽസിൽ വീണ്ടും വന്നപ്പോഴാണ് ബൈ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ലെവൽസ് ബെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ നെക്സ്റ്റ് ടൈം വന്നപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും.
ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഓക്കെ ഇവിടെ നിന്ന് മാർക്കറ്റ് ഫാൾ ചെയ്തതിനു ശേഷം ഇവിടെ ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പ്രത്യേകിച്ച് അത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇവിടുന്ന് ബെൻഡ് ചെയ്തപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണ് യൂസ് ആക്കാൻ വേണ്ടി പറ്റും അല്ലെ. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ട്രേഡിംഗിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാൻ വേണ്ടി ഈസിയാണ് അല്ലെ. കഴിഞ്ഞ മാർക്കറ്റിനെ പറ്റിയിട്ട് അവിടെ വന്നിട്ട് ഇവിടെ പോയി, അവിടുന്ന് വന്നിട്ട് അവിടെ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്ര വലിയ എന്താ പറയാ സ്ട്രാറ്റജിയോ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം കൺമുമ്പിലുള്ള സാധനം നോക്കിയിട്ട് അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്താണ് പഠിക്കേണ്ടത്, ആ ലെവൽസിൽ ഓക്കെ നമുക്കിപ്പോൾ ലെവൽസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എങ്ങനെ ആ ലെവൽസിൽ വർക്ക് ചെയ്യും, എങ്ങനെ ആ ലെവൽസിൽ ബൈ ആണോ സെല്ലാണോ വരണമെന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ അത് നമുക്ക് പ്രോപ്പറായ ഒരു സ്ട്രാറ്റജി ഉണ്ടായാൽ മാത്രമാണ് നടക്കുകയുള്ളൂ. ഓക്കെ. അപ്പം ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ബുധനാഴ്ച നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. ഇവൻ ദോ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഒരു 5 പോയിന്റ് റിസ്ക് എടുത്താണ് 140 പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായി, ഫാൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ബൈ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ബൈ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ബൈ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ ബൈ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ ബൈ വന്നിട്ടുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നലത്തെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഇന്നലത്തെ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് 250 പോയിന്റിന് മേലെ നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. മാർക്കറ്റ് ആകെ മൂവ് ചെയ്ത് അത്രയും പോയിന്റ് ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം വെച്ച് എല്ലാ ലെവൽസിലും നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ. അതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന സ്ട്രാറ്റജി. ഓക്കെ. സിംഗിൾ ചിലപ്പോൾ ചാനലിൽ ചിലപ്പോൾ റീച്ച് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പവർഫുൾ ആയ സാധനങ്ങളാണ്. നമ്മൾ ചുമ്മാ എന്താ പറയാ ജസ്റ്റ് കണ്ടിട്ട് ഒഴിവാക്കി പോകേണ്ട ഒരു കാര്യങ്ങളല്ല. ഓക്കെ. ലെവൽസ് എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആണ് അത്. ഓക്കെ. ഇപ്പൊ ഈ ചാനലിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ പഴയ ചാനൽ കണ്ടു വന്നവർക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും ഓരോ ലെവൽസും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് വീക്കിലേക്കുള്ള ജസ്റ്റ് ഒരു പ്ലാനും കൂടി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് 5 മിനിറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ 1 മിനിറ്റിലാണ് പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ SL കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ലെവൽസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയ ലെവൽസ് ആണ് ആ ലെവൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റ് ബെൻഡായ ഏരിയാസ്. ഓക്കെ. മാർക്കറ്റ് സെല്ലേഴ്സ് സ്ട്രോങ് ആയ ഏരിയാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ഒരു ഏരിയ, അതിനുശേഷം ഇവൻ നിങ്ങൾക്ക് പ്രീമിയത്തിന്റെ ചാർട്ടിൽ കിട്ടുന്ന പോലെ തന്നെ എന്ത് ചെയ്യും ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ നിങ്ങൾക്ക് എവിടെയാണ് മാർക്കറ്റ് ബെൻഡായെന്നുള്ളത് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് ബെൻഡായിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് ഒരു ബൈ പ്ലാൻ വേണമെങ്കിൽ ഈ ലെവലിന്റെ മേലെ പോയാൽ മാത്രമാണ് ബൈ വരുള്ളൂ. പിന്നെ ഈ താഴത്തെ ഏരിയസിൽ നിങ്ങൾക്ക് ബൈ നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ബൈ എന്ന് പറയുന്നത് ഇതിന്റെ മേലെ പോകണം മാർക്കറ്റ്, ഇതിന്റെ മേലെ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ മേലെ പോകുള്ളൂ. അല്ലാത്ത പക്ഷം ഡയറക്റ്റ് ഇത് സെല്ലിംഗ് ഏരിയ ആണ്. മാർക്കറ്റിൽ ഓൾറെഡി സെല്ലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതുകൊണ്ട് ബൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ സോണിൽ സെല്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇവിടെ സെല്ലേഴ്സ് മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അവര് റിസൾട്ടാണ് ഇപ്പം കാണുന്നത്. ഇപ്പൊ അവര് ഓപ്പറേറ്റേഴ്സ് സെല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ പോലെ എന്താണ് ഈ 50 പോയിന്റ് 100 പോയിന്റിൽ ഇറങ്ങത്തില്ല. അവർ മാക്സിമം പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുക. ഇതേപോലെ തന്നെ ബയേഴ്സ് എന്ത് ചെയ്തു മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ പോലെ എന്ത് ചെയ്യില്ല 20 പോയിന്റ് 30 പോയിന്റ് എടുത്തിട്ട് അവർ ഇറങ്ങത്തില്ല. അവർ മാക്സിമം 200 300 പോയിന്റും എടുത്തിട്ടാണ് മാത്രമേ ഇറങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ എടുക്കുന്ന ട്രേഡ് ഹോൾഡ് ചെയ്യുക, ഏറ്റവും ചെറിയ SL എടുത്ത് ഹോൾഡ് ചെയ്യുക. കാരണം അത്രയും പവർഫുൾ ആയ സെറ്റപ്പിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു സെറ്റപ്പിൽ നമ്മൾ 10 പോയിന്റ് 20 പോയിന്റ് എടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. ആളുകൾ ചില ആളുകളുടെ സ്കാൽപ്പ് ചെയ്യുന്നുണ്ട്, 5 പോയിന്റ് 10 പോയിന്റ് എടുത്തിട്ട് പറയും ഞാൻ ചെയ്യുന്നുണ്ട് സ്കാൽപ്പ് ചെയ്യുന്നുണ്ട് സെറ്റപ്പ് ആണെന്ന്. ഓക്കെ, അടിപൊളി സാധനം എന്ന് പറയും. ഒരു മാസം കഴിഞ്ഞിട്ട് അവർ പറയും അയ്യോ ഒരു മിസ്റ്റേക്ക് പറ്റി, എടുത്ത ട്രേഡ് ഇതായി പോയി, അവിടെ ക്യാപിറ്റൽ മുഴുവൻ പോയി. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് മിസ്റ്റേക്ക് വരാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. പക്ഷെ എടുക്കുന്ന ട്രേഡ് മാക്സിമം ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമുക്ക് അനുകൂലമായിട്ടാണ് ട്രേഡ് പോകുന്നതെങ്കിൽ ആ ട്രേഡിലും മാക്സിമം എന്ത് ചെയ്യാം. ഇവൻ SL അടിച്ചു കഴിഞ്ഞാൽ എടുത്ത് ഹോൾഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെടുത്ത ട്രേഡ് പ്രോഫിറ്റിലാണ് വരുന്നതെങ്കിൽ ആ ട്രേഡ് മാക്സിമം എന്ത് ചെയ്യാം. അതിന്റെ എടുക്കുന്നത് ഇപ്പൊ 2 ലോട്ട് എടുക്കുന്ന ഒരാളാണ്, അറ്റ്ലീസ്റ്റ് 1 ലോട്ടെങ്കിലും എന്ത് ചെയ്യാം മാക്സിമം പോയിന്റ് വരെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, എങ്കിൽ മാത്രമാണ് ട്രേഡിംഗിൽ കാര്യം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഒരു ട്രേഡ് എടുത്തു ജസ്റ്റ് എന്ത് ചെയ്യാൻ 5 പോയിന്റ് 10 പോയിന്റ് എക്സിറ്റ് ആയി, അടുത്തത് എടുത്തു ഏതെങ്കിലും ഒരു ട്രേഡ് SL അടിച്ചു കഴിഞ്ഞാൽ ആ കിട്ടിയ മുഴുവൻ പോയിന്റ് എന്ത് ചെയ്യും അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് ചെറിയ പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ആരും വരരുത്. വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് എടുക്കുന്ന ട്രേഡ് മാക്സിമം ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രം വരിക. എന്നാൽ മാത്രമാണ് വോളിയം പ്രൊഫൈൽ വെച്ച്. ഇപ്പോൾ വോളിയം പ്രൊഫൈൽ പഠിക്കണമെങ്കിൽ ഏറ്റവും ചെറിയ ഫീസിലാണ് നിങ്ങൾ പഠിക്കുന്നത്. വേറെ എവിടെയും കിട്ടാത്ത അത്രയും ചെറിയ ഫീസ് തന്നിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. ഈവൻ ദോ ഇത്രയും ചെറിയ ഫീസ് ആണെങ്കിൽ പോലും അതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഹൈ ആയിട്ടുള്ള റിട്ടേൺസ് ആണ് ഞാൻ തരുന്നത്. അതുകൊണ്ട് തന്നെ വോളിയം പ്രൊഫൈൽ പഠിച്ച് ഓക്കെ ഞാൻ ചെറിയ ഫീസിലാണ് പഠിച്ചത്, അപ്പൊ എനിക്ക് ചെറിയ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഞാനത് റിക്കവർ ചെയ്തെടുക്കാന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും ചെറിയ പോയിന്റിൽ ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ എൻട്രി എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സിന്റെ ബേസിലാണ്. ഓക്കെ, എവിടെയാണ് ബയേഴ്സ് ഉള്ളത് എവിടെയാണ് സെല്ലേഴ്സ് ഉള്ളത് ആ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എൻട്രി എടുക്കുന്നത്.
അതുകൊണ്ട് തന്നെ മാക്സിമം പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പോയിന്റ് എടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ മാക്സിമം പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രം. കാരണം നമ്മൾ എൻട്രി എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയ എൻട്രിയാണ്, അത്രയും ചെറിയ SL ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ 4 പോയിന്റ് 5 പോയിന്റ് എന്ന് പറയുന്നുണ്ട്. 1 മിനിറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണ് 5 പോയിന്റ് ചിലപ്പോൾ 8 പോയിന്റ് ആയി മാറും. ഇവൻ ദോ നമ്മൾ 8 പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ മിനിമം ടാർഗറ്റ് 80 90 പോയിന്റൊക്കെയാണ് നമ്മൾ മിനിമം ടാർഗറ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ടാർഗറ്റിന് വേണ്ടി ഹോൾഡ് ചെയ്താൽ മാത്രമാണ് കാര്യം ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമാണ് ട്രേഡിംഗിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ലെവൽസ് മാർക്ക് ചെയ്യുക. ഇതൊരു ബൈയിങ് സോൺ ആണ്, ഇതൊരു സെല്ലിംഗ് സോൺ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്കിലി എക്സ്പയറിക്ക് ഈ ഒരു സോൺ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വരിക. ഓക്കെ, അപ്പോൾ ആ സോണ് എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു സോൺ സെക്കൻഡ് ഗ്യാപ്പാണ്, പക്ഷെ മാർക്കറ്റ് താഴെ വന്നതുകൊണ്ട് തന്നെ ഓക്കെ ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കുക. ഇവൻ ഈ ലെവലിൽ വരികയാണെങ്കിൽ നമുക്ക് ബൈ എടുത്ത് ഹോൾഡ് ചെയ്യുക SL വെച്ചിട്ട്. ഓക്കെ, ഇത് ഒരു സെല്ലിംഗ് സോൺ ആണ്. പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ എല്ലാ ദിവസങ്ങളിലും ഞാൻ ലൈവിൽ രാവിലെ തന്നെ ഗ്രൂപ്പിൽ ലെവൽസ് ഇടാറുണ്ട്. ഓക്കെ, അത് നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് എന്തായാലും ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, കാരണം ഒറ്റ ദിവസങ്ങളിലും ഞാൻ ലെവൽസ് ഇടാതിരിക്കില്ല. കുറച്ച് ലേറ്റ് ആയാലും ഞാൻ ലെവൽസ് ഇടുന്നതാണ്. ലെവൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഗോൾഡിൽ ജസ്റ്റ് ഒന്ന് വരച്ചില്ല. ഗോൾഡ് ഓൾമോസ്റ്റ് ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഏകദേശം 10-200 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സെല്ല്. മിനിഞ്ഞാന്നത്തെ ലെവലിൽ മിനിഞ്ഞാന്ന് ഏകദേശം 98ന്റെ ബിലോ ആയിരുന്നു എനിക്ക് സെല്ല് വന്നിട്ടുണ്ടായിരുന്നത്. ആ ട്രേഡ് ഹോൾഡ് ചെയ്തിട്ട് ഏകദേശം 200 പോയിന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഫുള്ളായിട്ട് മാർക്കറ്റ് വീക്കായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വരുന്ന പോലുമില്ല. മാർക്കറ്റിൽ വരും ഫോളോ ഈ ഒരു കണ്ടീഷനിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ലോ വരക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു സെക്കൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. സെക്കൻഡ് ഗ്യാപ്പ് എന്ത് ചെയ്തു, മാർക്കറ്റ് അപ്പം തന്നെ താഴോട്ട് ബ്രേക്ക് ചെയ്തു. ഏകദേശം ഇതെന്ന് പറയുമ്പോൾ 6 മണിക്കുള്ള ക്യാൻഡിലാണ്. ഒരു പ്രോപ്പർ സെറ്റപ്പ് വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ട് 6:30ക്ക് നമ്മളെ ലെവലിന്റെ മേലെ പോകണമായിരുന്നു. പക്ഷെ മാർക്കറ്റ് ഒന്നും ചെയ്തില്ല, പോയില്ല. മാർക്കറ്റ് അതിന് മുന്നേ നിന്ന് ഇത് ഫോളായി. ആ കറക്റ്റ് ആ ഫോൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, കണ്ടിന്യൂ ആണ് പോവുകയാണ് ചെയ്തത്. ഈ ഒരു ലെവലിന്റെ മേലെ മാർക്കറ്റ് ഇവിടെ പോയെങ്കിൽ പോലും മാർക്കറ്റ് ഈ ലെവൽ ഹോൾഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലെവലിന്റെ താഴെ നമുക്ക് എല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു. അവിടെ നിന്ന് ഒരു 6 പോയിന്റിൽ നമ്മൾ ബൈ എടുത്തു കഴിഞ്ഞാൽ പോലും ഈ ലെവലിന് താഴെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെല്ല് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 85 പോയിന്റ്. ഓക്കെ, ലോ വന്നു കഴിഞ്ഞാൽ 85 നല്ല ഓൾമോസ്റ്റ് 100 പോയിന്റിന്റെ മേലെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായി, ഫോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് പിന്നെ പുതിയ ഒരു സെക്കൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ നമ്മളെ ലെവൽസിലേക്ക് ഫസ്റ്റ് ഗ്യാപ്പ് വരും, മാർക്കറ്റ് അവിടെ തന്നെ ഫോളോ ചെയ്ത് പോകും. ഇതാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഗ്യാപ്പ്. ഇതിന്റെ മേലെയാണ് നമുക്കൊരു ബൈ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ആ ലെവൽസ് ആവശ്യമുള്ള ആളുകൾ മാർക്ക് ചെയ്ത് വെച്ചോളുക. ഓക്കെ, ഈ വരുന്ന വീക്കിനകത്ത് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള ലെവൽസുകളാണ് ഇത്. കാരണം ഇതിന്റെ ലെവലിന് മേലെ പോയാലാണ് ഒരു ബൈ ആക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ, ഈ ഒരു ലെവൽ ടാർഗറ്റ് വെക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഗ്യാപ്പിന് മേലെ മാർക്കറ്റ് പോയി ഒരിക്കലും നമുക്ക് ബൈ ആക്റ്റീവ് ആയിട്ടില്ല. ഫസ്റ്റ് ഗ്യാപ്പിന് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് എടുക്കുന്നവർക്ക് സെല്ല് എടുക്കാൻ ഈസി ആയിട്ട് നമുക്ക് വലിയ ടാർഗറ്റ് കിട്ടും. കാരണം ബൈയിനുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്യാപ്പിന് മേലെ നമുക്ക് പോകണമായിരുന്നു. മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്തില്ല, അവിടെ നിന്ന് പോയിട്ടില്ല. വീണ്ടും മാർക്കറ്റ് ലോ ഉണ്ടാക്കി. ആ ഒരു കവറിങ്ങിന്റെ ഏരിയാസ് വന്നത് ഇവിടുത്തെയാണ് മാർക്കറ്റിൽ കവറിങ്ങിന്റെ ഏരിയാസ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് 1 മിനിറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. 5 മിനിറ്റിൽ ക്ലോസ് കിട്ടിയിട്ടില്ല. കാരണം അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് സെല്ല് സ്റ്റാർട്ട് ചെയ്തത്. 62 റേഞ്ചിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഇവൻ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോ ലെവൽ എന്താണ് മാർക്കറ്റിൽ സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഒരു ബൈ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ പ്രൊഫൈൽ വെച്ചിട്ട് ഒരു ബൈ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 62യുടെ മേലെ മാർക്കറ്റ് പോയി റീടെസ്റ്റ്. ഓക്കെ, കാരണം ഇതെന്ന് പറയുമ്പോൾ പ്രോപ്പർ ക്ലോസിംഗ് ആയിട്ടില്ല. 62യുടെ വെബോ 62 ക്ലോസ് ചെയ്ത് റീടെസ്റ്റിൽ വന്ന് ഈ ഏരിയാസ് എന്താവും നിങ്ങൾക്ക് ബൈ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം 37 ഏകദേശം 30 ആയിട്ട് എന്ത് ചെയ്യും, SL ആയിട്ടും 30 to 31 SL ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, ഇതിന്റെ മേലെ പോയി ഡയറക്റ്റ് ബൈ ചെയ്ത് ഇവിടെ വന്നുകൊണ്ട് SL വെക്കരുത്. അത്രയും വലിയ SL ആണ്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് വലിയ ക്യാൻഡിലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് എന്താണ് SLും വലുതായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഈ ലെവലെല്ലാം ബൈ ചെയ്യണമെങ്കിൽ നോക്കിയിട്ട് മാത്രം ബൈ ചെയ്യുക. കാരണം എന്ന് പറയുമ്പോൾ ഫുള്ളി റെസിസ്റ്റൻസ് ആണ്. ഈ ലെവൽസ് എല്ലാം മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ആണ് ആക്ട് ചെയ്യുക. കാരണം ഇവിടെ ഓൾറെഡി ട്രാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഹെവി റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് സെല്ലിടാൻ വേണ്ടി പറ്റും. ഏകദേശം എന്താണ് 9:40 വരെ ആ ലെവലിൽ നിങ്ങൾക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏകദേശം എന്താണ്
ഒരു 3-4 പോയിന്റിലാണ് ഏകദേശം സെല്ലിംഗ് വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത ട്രാപ്പ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അത് ഹെവി റെസിസ്റ്റൻസ് ആണ്. അവിടുന്ന് ഓൾമോസ്റ്റ് എത്രയാണ് 100-107 പോയിന്റാണ് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ദിവസം ബൈ ചെയ്തിട്ടില്ല, ഫുള്ള് സെല്ല് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സെല്ലെടുത്തു, അത്യാവശ്യം മാന്യമായ പ്രോഫിറ്റ് ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. എടുത്ത റേഞ്ചിലൊക്കെ മാന്യമായ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ബൈ എടുക്കണമെങ്കിൽ ഈ ഒരു ക്ലോസ് കിട്ടി റീടെസ്റ്റിൽ മാത്രം ഇവിടെ നിന്ന് ബൈ എടുക്കുക. അതിന്റെ ടാർഗറ്റ് ഈ ഒരു ലെവൽ വരെ കൊണ്ടുപോവുക ഫസ്റ്റ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ബൈ ആക്റ്റീവ് ആവുന്നത് ഈ ലെവലിന്റെ മേലെ. നെക്സ്റ്റ് ബൈ ആക്റ്റീവ് ആവും, റീടെസ്റ്റ് എടുക്കുക, ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരെ കൊണ്ടുപോകാം. ഓക്കെ, ഫസ്റ്റ് ടൈം വരുമ്പോൾ ഇത് ഹെവി റെസിസ്റ്റൻസ് ആയിരിക്കും. ഇതിപ്പോൾ റെസിസ്റ്റൻസ് ആണ്, അവിടെ നിന്നാണ് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതും റെസിസ്റ്റൻസ് ആണ്, അവിടെ നിന്നാണ് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെവലിന്റെ പ്രോപ്പർ ക്ലോസ് കിട്ടി റീടെസ്റ്റിൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഈ ലെവലിനനുസരിച്ച് ഏകദേശം 75 SL വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 3 പോയിന്റ് SL നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇത് 5 മിനിറ്റിലാണ് പറയുന്നത്. 1 മിനിറ്റിലാണെങ്കിൽ നേരെ 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ടാണ് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഗോൾഡിലെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, 1 മിനിറ്റിലെ സെറ്റപ്പ് അനുസരിച്ചാണെങ്കിൽ നമുക്ക് ക്ലോസ്. ഓക്കെ, 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡയലോ ഉണ്ടാക്കി. ഓക്കെ, ഇതാണ് ഡയലോ വന്നിട്ടുണ്ടാവുക അല്ലെ. ഈ ഡയലോ വരച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ക്ലോസ് കിട്ടിയതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. ഈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടുന്ന് ഹെവി സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ, കാരണം ഇത് ഞാൻ 1 മിനിറ്റിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ഒരു സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ അത് ഒരുപാട് ലേറ്റ് ആയി വരും. അതൊരു 12 മണിക്കൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ് ഞാൻ നേരത്തെ തന്നിരിക്കുന്ന ഈ ലെവൽസ് 5 മിനിറ്റിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾ പിന്നെ ലൈവായിട്ടുള്ള കാര്യങ്ങൾ 1 മിനിറ്റിൽ ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. കാരണം വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഞാൻ 1 മിനിറ്റ് മാത്രമാണ് ഇടാറുള്ളൂ. കാരണം നമ്മൾ ഏറ്റവും ചെറിയ SL ആണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിസ്ക് റിവാർഡും വളരെ കൂടുതലായിരിക്കും. ചെറിയ 3 പോയിന്റ് 4 പോയിന്റിലാണ് നമ്മൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിനിമം ടാർഗറ്റും അതേപോലെ തന്നെ 10-20 പോയിന്റാണ് നമ്മൾ ടാർഗറ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെവൽസുകൾ കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക. പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. കാരണം ലൈവിൽ മാർക്കറ്റ് ചിലപ്പോൾ ഓപ്പൺ ആവുന്നതിന്റെ നേരത്തെ താഴെയാണെങ്കിൽ നമുക്ക് ഈ ലെവൽസ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലൈവായിട്ടുള്ള ഡാറ്റയാണ് നോക്കേണ്ടത്. ലൈവായിട്ടുള്ള പ്രൊഫൈൽ വരച്ച് അതിന്റെ സെറ്റപ്പാണ് നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് കൊണ്ടായിട്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്തായിരിക്കും. അപ്പോൾ അത് വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഓക്കെ, വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും എല്ലാ മാർക്കറ്റിന്റെയും ട്രേഡ് നമ്മൾ ഇടാറുണ്ട്. ഓക്കെ, എടുക്കുന്നത് ആളുകളുടെ ചോയ്സ് ആണ്. എടുക്കുന്നവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് 2-3 വീക്കായിട്ട് എല്ലാ ദിവസങ്ങളിലും നമ്മൾ ലെവൽസ് ഇടുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും 100% വർക്കിംഗ് ആണ് നമ്മൾ തരുന്ന ലെവൽസ്. ഓക്കെ, അത് വെച്ച് ജസ്റ്റ് എന്റെ ലെവൽസ് വോളിയം പ്രൊഫൈലിലുള്ള ലെവൽസ് വെച്ചിട്ട് ട്രേഡ് എടുത്താൽ തന്നെ എന്തായാലും പ്രോഫിറ്റ് ആവുന്നുള്ള 100% ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ തന്നിരിക്കുന്ന ലെവൽസ് മാർക്ക് ചെയ്യുക, വീഡിയോസ് കാണുക. ഇതിനകത്ത് ഇപ്പോൾ ഒരു 3-4 വീഡിയോസ് ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റത്തെ ചാനൽ ഓൾറെഡി പോയി. അതിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. വോളിയം പ്രൊഫൈൽ എന്ന സ്ട്രാറ്റജി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. വേറെ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യില്ല. ഈ ചാനലിലും അതേപോലെ തന്നെ ആയിരിക്കും. വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി മാത്രമാണ് ഉണ്ടാവുള്ളൂ. വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന സ്ട്രാറ്റജി നമ്മൾ എന്ന് എൻഡ് ചെയ്യുന്നു അന്ന് മുതൽ നമ്മൾ പിന്നെ വീഡിയോസും ഇടുന്നതായിരിക്കില്ല, ട്രേഡിങ്ങും ഉണ്ടാവില്ല. കാരണം അത്രയും പവർഫുൾ ആയ സാധനമാണ്. കാരണം വോളിയം ബേസ്ഡാണ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റിൽ എന്തൊക്കെ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര കോടികളോ എത്ര ലക്ഷങ്ങളോ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാലും ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ വോളിയമാണ്. വോളിയം ഇല്ലാതെ നമ്മൾ സ്ട്രാറ്റജി പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആ ഒരു വോളിയം ബേസ്ഡാണ് നമ്മുടെ സ്ട്രാറ്റജി. കാരണം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കടിച്ചാപ്പൊട്ടാത്ത കുറെ വാർഡ്സുകൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, കാരണം അത് വർക്കിംഗ് ആയതുകൊണ്ടാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.